ഹലോ, നിങ്ങൾ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ? ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. ഡോക്ടർ ജോസഫ് മൂർത്തി എഴുതിയിട്ടുള്ളൊരു ബുക്കാണിത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ശക്തി എത്രയാണ്, എത്രമാത്രം പവർഫുള്ളാണ് അത് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ബുക്കാണിത്. ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നതും ആവർത്തിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാക്കുന്നു എന്ന് ഈ ബുക്ക് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ലൈൻസ് അത് ഞാൻ നിങ്ങളോടൊപ്പം ഈ ബുക്കിൻ്റെ കൂടെ തന്നെ ഷെയർ ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് ഈ വരികളാണ്. എന്നെ ഒരുപാടധികം സ്വാധീനിച്ചിട്ടുള്ളതാണിത്. ഞാനത് ജസ്റ്റ് ഒന്ന് വായിക്കാം. ദ ലോ ഓഫ് യുവർ മൈൻഡ് ഈസ് ദ ലോ ഓഫ് ബിലീഫ്. ദിസ് മീൻസ് ടു ബിലീവ് ഇൻ ദ വേ ഓഫ് യുവർ മൈൻഡ് വർക്ക്സ്, ടു ബിലീവ് ഇൻ ബിലീഫ് ഇറ്റ് സെൽഫ്. ദ ബിലീഫ് ഓഫ് യുവർ മൈൻഡ് ഈസ് ദ തോട്ട് ഓഫ് യുവർ മൈൻഡ്, ജസ്റ്റ് ദാറ്റ് ആൻഡ് നത്തിങ് എൽസ്. നമ്മുടെ മനസ്സ് ശരിയായും വർക്ക് ചെയ്യുന്നത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മളെ മനസ്സ് വർക്ക് ചെയ്യുന്നത്. That means belief of your mind is the thought of your mind. Change your thought, change your belief. അതെ, യു ആർ ദ ക്യാപ്ഷൻ ഓഫ് യുവർ സോൾ ആൻഡ് ദ മാസ്റ്റർ ഓഫ് യുവർ ഫെയ്ത്ത്. എപ്പോഴെങ്കിലും ഈ ബുക്ക് നിങ്ങൾ എവിടെയെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബുക്ക് വായിക്കുകയും വേണം. വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലുള്ള ബുക്കാണിത്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കും.